എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ രാജ്മ മസാലയാണ്. ഇതിനു വേണ്ടി ഞാൻ എടുത്തത് 250 ഗ്രാം രാജ്മ ആണ്. ഇത് നന്നായിട്ട് കഴുകി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ആദ്യം നമുക്ക് രാജ്മ വേവിക്കാം. അതിനായി ഒരു പ്രഷർ കുക്കർ ഗ്യാസിൽ വെച്ച് കുതിർത്ത രാജ്മ ഇടുക. പിന്നെ ഒരു ചെറിയ ബേ ലീഫ്, ഒരു ചെറിയ കറുവപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർക്കുക. പിന്നെ ഏകദേശം 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കുക. ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി മസാല ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ജീരകമിട്ട് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ 2 മീഡിയം സവാള അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള മിക്സിയിൽ അരയ്ക്കുന്നത് കൊണ്ട് അല്പം വലിപ്പത്തിൽ അരിഞ്ഞാലും മതി. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറാൻ 1 മിനിറ്റ് വീണ്ടും വഴറ്റുക. 2 മീഡിയം തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് തക്കാളി സോഫ്റ്റ് ആകാൻ 5 മിനിറ്റ് വേവിക്കുക. ഗ്യാസ് ഓഫ് ചെയ്ത് മസാല തണുത്ത ശേഷം മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പ്രഷർ കുക്കർ നന്നായി തണുത്ത ശേഷം തുറന്ന് രാജ്മ വെന്തോ എന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിൽ കൂടി വേവിക്കുക. വെന്തു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 4 പച്ചമുളക് കീറിയത് ചേർത്ത് അല്പം മൂപ്പിക്കുക. പിന്നെ അരച്ചു വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ചേർത്ത് എണ്ണ തെളിയും വരെ വഴറ്റുക. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. പിന്നെ വേവിച്ച രാജ്മ വെള്ളത്തോടു കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിക്കണം. അടപ്പ് മാറ്റി ചാറ് കൂടുതലാണെങ്കിൽ 2-3 മിനിറ്റ് കൂടി തിളപ്പിക്കുക. രാജ്മ ഇരിക്കും തോറും കുറുകി വരുന്നതിനാൽ ഒത്തിരി ചാറ് വറ്റിക്കരുത്. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ചേർക്കാം. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ രാജ്മ മസാല റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.